ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ എമിൽ ചെറിയൻ. അപ്പോൾ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടു, വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് അതിലും ഗംഭീരമായിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പെർഫോമൻസ്, എന്തൊക്കെയാണെന്ന് നടന്നേ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ വേണ്ടപ്പെട്ടതാണ്. താഴെ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് വീട്ടിൽ വിജയിച്ചില്ലെങ്കിലും തല ഉയർത്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരാളെയും തല കുനിച്ചുകൊണ്ട് ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരാളെയും സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. സജന വന്നപ്പോൾ മണിക്കുട്ടനെയാണ് സെലക്ട് ചെയ്തത് തല ഉയർത്തി പോകുന്ന ഒരാളായിട്ട്. കാരണം സജനയ്ക്ക് മണിക്കുട്ടനെ അറിയാവുന്നതാണ്, അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞത്. തല കുനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുന്ന ഒരാളായിട്ട് സൂര്യനെയാണ് സെലക്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് വെച്ച് അറിയാവുന്ന സൂര്യനെ വെച്ച് നോക്കി കഴിയുമ്പോൾ സൂര്യ ഇവിടെ വന്നിട്ട് അഭിനയിക്കുകയാണെന്നാണ് പറഞ്ഞത്. അഡോണി ഡിംപിളിനെയാണ് തല ഉയർത്തിക്കൊണ്ട് പോകാനുള്ള ആളായിട്ട് സെലക്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡിംപിളിന്റെ ഇവിടുത്തെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു അൺഇമാജിനറി ആളായിട്ടാണ് ഡിംപിളിനെ കാണുന്നത്. മാത്രമല്ല, തല താത്തി ഇറങ്ങി പോകേണ്ടത് ഋതു ആണെന്നാണ് പറഞ്ഞത്. മീൻസ് ഒരു കാര്യത്തിലും സ്വന്തമായിട്ട് അഭിപ്രായമില്ലാത്ത ഒരാളാണ് എന്നാണ് പറഞ്ഞത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, സായുടെ ലീഡർഷിപ്പ് മോശമായിട്ട് ആർക്കാ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഋതു റെസ്പോൺസ് ചെയ്തില്ല എന്നാണ്. അഡോണിയോട് കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിലും ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇല്ല, ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. മോർണിംഗ് ടാസ്ക് വെച്ചേക്കുന്നത് ഇങ്ങനെ കുറച്ച് അടികൾ ഉണ്ടാക്കാനാണല്ലോ. അപ്പോൾ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞപ്പോഴേക്കും സൂര്യ ആകപ്പാടെ സങ്കടത്തിലായി. മണിക്കുട്ടൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, എന്നാലും തിരിച്ചു ചെന്നിട്ട് സജനയോട് ചോദിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴേക്കും സജന എടുത്തു പറഞ്ഞു, സൂര്യ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കുകയാണെന്ന്. മീൻസ് ഒരു ദിവസം കുറച്ച് വൈഡായിട്ടുള്ള നെക്കുള്ള ഡ്രസ്സ് ഇടാൻ പറഞ്ഞപ്പോഴേക്കും സൂര്യ പറഞ്ഞു അത് പറ്റൂല, ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്ന്. പക്ഷെ ബിഗ് ബോസിന് പുറത്ത് വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടും സൂര്യ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് സജന പറയുന്നത്. സൂര്യ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ചെല്ലുമ്പോൾ സജന അതും പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. പക്ഷെ സൂര്യ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ വീക്കെൻഡിൽ വയറ് കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടല്ലോ, ഞാൻ സ്ലീവ്ലെസ് ഇട്ടല്ലോ, എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഇടാനാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് സൂര്യ പറയുന്നത്. അല്ല, ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ്സ് ഇട്ട് ശരീരം കാണിച്ചുകൊണ്ട് നടന്നാലേ ഒരു വോട്ട് കിട്ടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയല്ല. ഒരാളുടെ പെർഫോമൻസ് ആകട്ടെ ഡ്രസ്സിന്റെ സ്റ്റൈലിലല്ല, ആളുടെ പെർഫോമൻസിന്റെ ബേസിലാണ് നമ്മൾ നാട്ടുകാരെടുക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? സജന പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സൂര്യക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം, അങ്ങനെ നല്ലൊരു ഗെയിം പ്ലേ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ രമ്യ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണിക്കുട്ടനാണെങ്കിൽ സൂര്യനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ ഏത് സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ആ വീട്ടിൽ നിൽക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം ഇഷ്ടമല്ലേ? അത് വേറൊരാൾ ഇങ്ങനെ ന്യായീകരിച്ച് വളച്ചൊടിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിൽ നിങ്ങൾ ആരെയെ സപ്പോർട്ട് ചെയ്യുക? സജനേനെയാണോ സൂര്യനെയാണോ? നിങ്ങളുടെ കമന്റ്സ് താഴെ ഇടുക. അടുത്ത പ്രശ്നം അഡോണി ഋതുവിനെ കുറിച്ച് പറഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ ഋതു അത് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാണ്. ഋതു അഡോണിയോട് സായിയുടെ ക്യാപ്റ്റൻസി കൊള്ളില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സായിയുടെ അടുത്ത് ചെന്നിട്ട് ആ ക്യാപ്റ്റൻസി കൊള്ളില്ലെന്ന് പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചപ്പോൾ അത് തുറന്ന് പറയാതിരുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ സായിനെ നാണം കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണെന്ന്. അഡോണി വീണ്ടും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സായിയോട് പറഞ്ഞില്ല എന്നല്ല, ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് അഡോണി സംസാരിക്കുന്ന സമയത്ത് സായി ഋതുവിനോട് മിണ്ടാതിരി എന്ന് പറഞ്ഞ് സൈലന്റ് ആക്കുന്നുണ്ട്. പക്ഷെ അഡോണി സംസാരിച്ചു കഴിഞ്ഞ് സായി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഋതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം സംസാരിക്കുന്നതെന്നുള്ളത് കൊണ്ട് അഡോണി വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. സായിക്ക് അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല, അഡോണിക്ക് സായിനോട് പറയാൻ ഒന്നുമില്ല താനും. അവിടെ അങ്ങനെ കിടന്നൊരു അടിയായിരുന്നു. അഡോണി പിന്നെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന ആളൊക്കെ ആയതുകൊണ്ട് വായ തുറന്നിട്ട് അടയ്ക്കാത്ത രീതിയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പൊ സായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു വാക്ക് പോലും ശ്രദ്ധിക്കാനോ കേൾക്കാനോ അഡോണി നിൽക്കുന്നില്ല. ഋതു ആണെങ്കിൽ അത് കേട്ട് നിന്ന് വയ്യാതെയായി അവിടുന്ന് പോയി. അങ്ങനെ അടികളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ വീക്ക്ലി ടാസ്ക് ഇന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പെർഫോമർ നമ്മുടെ ഫിറോസിക്കായിരുന്നു. ഓട്ടം തുള്ളലിൽ പലതും പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ ഓട്ടം തുള്ളലായിരുന്നു പുള്ളിക്കാരൻ്റെ ആദ്യത്തെ പെർഫോമൻസ്. ഓട്ടം തുള്ളലിൽ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഓട്ടം തുള്ളൽ. കുറച്ചൊക്കെ നോക്കി വായിച്ചുവെങ്കിലും ആ പറഞ്ഞ് നല്ല സ്റ്റൈലിൽ എല്ലാവരെ കുറിച്ചും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് പറഞ്ഞങ്ങനെ തീർത്തു. അടുത്തത് പിന്നെ ചെറിയൊരു മിമിക്രി ആയിരുന്നു. മീൻസ് നമ്മുടെ സിനിമാ നടന്മാർ കുറച്ചുപേര് നിന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് വീടിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ നമ്മുടെ മധുവും ജനാർദ്ദനും ലാലേട്ടനും സുരേഷ് ഗോപി അങ്ങനെ കുറച്ച് പേരെ ഇങ്ങനെ എടുത്തിട്ട് അവർ തമ്മിലുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടൊക്കെ വന്നിട്ടോ. അപ്പോൾ ആരും ഇങ്ങനെയൊരു പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു.
അപ്പോൾ ആ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് കൊടുത്തത്. ഫിറോസ് ഖാനും വന്നിട്ട് ഫിറോസ് ഖാന്റെ ആ ഒരു ഭാഗം അവിടെ ഇങ്ങനെ പാടി കേൾപ്പിച്ചു. പൊട്ടും എന്ന് വിചാരിച്ചു നിന്നാലും പൊട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഫിറോസ് ഖാൻ എടുത്തത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഫിറോസ് ഖാൻ അത് പാടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷനിൽ വരും, പൊട്ടും എന്ന് വിചാരിച്ച് നിൽക്കുമെങ്കിലും പൊട്ടില്ല, ജയിച്ച് വരും എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അവിടെ അടിയൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം കോയിനൊക്കെ കൊടുത്തിട്ട് എല്ലാവരും സമാധാനത്തോടെ പിരിഞ്ഞു. അടുത്ത പെർഫോമൻസ് നമ്മുടെ രമ്യയുടെ ആയിരുന്നു. രമ്യയുടെ ഒരു ഡാൻസ് ആയിരുന്നു, ഒരു ഐറ്റം ഡാൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാട്ട്, നമ്മളൊന്ന് നടന്നു വന്നിട്ട് തന്നെ പാട്ട് പാടുമ്പോൾ നമ്മൾ കിതച്ചു പോകില്ലേ, അതൊന്നുമില്ലാതെ ആ ഡാൻസ് അങ്ങ് കഴിഞ്ഞിട്ട് ആ ഒരു കിതപ്പ് തീരുന്നതിന് മുമ്പ് നിന്നൊരു പാട്ടങ്ങ് പാടിയേക്കുന്നു. അടിപൊളിയായിരുന്നു. പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയായിരുന്നു ആദ്യം പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കേണ്ടതായിരുന്നു. പക്ഷെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പാടി. അത് കഴിഞ്ഞ് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പേരുടെ നടപ്പിൻ്റെ ആക്ഷനൊക്കെ കാണിക്കായിരുന്നു. നമ്മുടെ ഡിംപിളിൻ്റെയും സൂര്യയുടെയും സന്ധ്യയുടെയും നോബിച്ചേട്ടൻ്റെയും ഒക്കെ നടപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു. അത് നല്ല ഭംഗിയായിട്ട് കാണിച്ചു, കോമഡി ആയിട്ടൊക്കെ എല്ലാവരും അത് എടുത്തു. എല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കോയിൻസൊക്കെ കൊടുത്തു. പിന്നെ ഉണ്ടായത് ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസിൻ്റെ ഒരു സ്പോൺസേഡ് ടാസ്ക് ആണ്. അപ്പോൾ ഇതിൽ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് കൊടുത്തിട്ടുണ്ട്. റൈസ് വെച്ചിട്ട് 2 ടീമായിട്ട് തിരിഞ്ഞ് പുലാവ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടീം നിന്ന് അവിടെ പാട്ടും പെർഫോമൻസും കൂടെ നോവിച്ചേട്ടനും ടീമും ഒക്കെ കൂടിയിട്ട് ഒരു ആഡ് പെർഫോമൻസും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് പാചകത്തിൻ്റെ ഇടയിൽ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് ജഡ്ജായിട്ടുണ്ടായത് നമ്മുടെ സായിയും ഫിറോസും ആയിരുന്നു. രണ്ടുപേരും കൂടെ 2 പേരുടെയും റൈസ് കഴിച്ചു നോക്കി കഴിഞ്ഞിട്ട് രണ്ടും നല്ലതായിരുന്നു. 2 പേർക്കും ഒരേപോലെ പോയിന്റ് കൊടുക്കുകയാണ്, 2 പേരും ജയിച്ചു എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ വട്ടമേശ സമ്മേളനത്തിനിടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഫിറോസ് ഖാൻ സജനേനെ ഒന്ന് അടിച്ചു. അപ്പോൾ സായി ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ഫിറോസ് സജനേനെ അടിച്ചത് അത് വേദനിപ്പിച്ചുകൊണ്ടാണോ അടിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചു. പിന്നെ അതിനെക്കുറിച്ചായിരുന്നു കുറച്ചു നേരം ഫിറോസും സായി ആയിട്ടുള്ള സംസാരം. പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഫിറോസ് അടിച്ചത് ഫിറോസിന്റെ ഭാര്യേനെയാണല്ലോ. അത് സജനയ്ക്കും കുഴപ്പമില്ല, സജനയ്ക്ക് പിന്നെ പണ്ടേ ഒന്നും കുഴപ്പമുള്ളതല്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഫിറോസ് ഖാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു സജനെ ഇന്ന് നീ പോയി അടി ഉണ്ടാക്കിയോ, ഞാൻ റെസ്റ്റാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല, അതൊക്കെ കഴിഞ്ഞ് വിട്ടിറങ്ങി അടിയും തുടങ്ങി. അപ്പോൾ സായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട ഒരു കാര്യം ചോദിച്ചതാണ്. മീൻസ് ആരെ ആയാലും, ഭാര്യേനെ ആയാലോ അമ്മേനെ ആയാലോ മോളെ ആയാലോ കൈവച്ച് അടിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അടിച്ചതെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്ന് മാത്രമാണ് സായി പറയുന്നത്. പക്ഷേ അപ്പോഴേക്കും സജന സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അത് എന്നെയല്ലേ അടിച്ചത്, എനിക്കില്ലാത്ത കംപ്ലൈൻറ്റ് എന്താ സായിക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് സജന നിൽക്കുന്നത്. ഇനി ചുമ്മാ ഞങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കാൻ വരല്ലേ എന്ന് പറഞ്ഞാണ് സജന ഇങ്ങനെ ചാടിത്തുള്ളി നിൽക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഫിറോസ് പെട്ടെന്ന് കൂളായി. പിന്നെ ഒരു കാര്യമേ പറഞ്ഞോളൂ, ഇനി സായി എങ്ങാനും ഇവിടെ ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് ചൂടായിട്ട് സംസാരിക്കുന്ന കണ്ട അപ്പോൾ ഫിറോസ് ഖാൻ അവിടെ ഇടപെടും, ഫിറോസ് ഖാൻ അടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അടിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ധൈര്യത്തിലാണോ, അറിയാതെ വായിന്ന് വിട്ടു പോയതാണോ എന്നറിയില്ല. എങ്കിൽ കാണട്ടെ അടിച്ചോ എന്ന് പറഞ്ഞാണ് സായി നിൽക്കുന്നത്. 2 പേരും വിട്ടുകൊടുക്കുന്ന ടൈപ്പല്ല, നമുക്ക് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇനിയും കുറേ പെർഫോമൻസ് വരാനുണ്ട്. അപ്പോൾ ഇനി അടിപൊളി പെർഫോമൻസ് ആയിരിക്കും വരുന്നത് എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ ഫുൾ എപ്പിസോഡ് ഷോർട്ടായിട്ട് അറിയാൻ വേണ്ടി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.